നമസ്കാരം. ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനിൽ നടന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന പ്രചരണത്തിൽ ഹിജാബ് ഒരു പ്രധാന വിഷയമായിരുന്നു. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ മസൂദ് പെസഷ്കിയാൻ നിർബന്ധിത ഹിജാബിനും സദാചാര പോലീസിനുമെതിരായ ഏറ്റവും ശക്തമായ ശബ്ദമാണ്. എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നതിനോട് തനിക്ക് എതിർപ്പുണ്ടെന്ന് തുറന്നു സമ്മതിക്കുന്ന ഒരേയൊരു സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. ഇറാനികൾ അവരുടെ വ്യക്തി ജീവിതത്തിലെ നിയന്ത്രണങ്ങളിൽ അരോചകമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഹിജാബ് ധരിക്കണമെന്ന നിബന്ധന. ഇറാനിലെ യോഗ്യരായ 61 ദശലക്ഷം വോട്ടർമാരിൽ പകുതിയോളം സ്ത്രീകളാണ്. ഹിജാബ് നിയമത്തോടും സദാചാര പോലീസിനോടുമുള്ള എതിർപ്പ് കഠിനമായിരുന്നു. വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ച ഈ നിയമത്തിന് വിജയം കണ്ടിരിക്കുകയാണിപ്പോൾ. ഇറാനിലെ ഈ വിജയം ആഘോഷിക്കുന്നത് അവിടുത്തെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ച വനിതകളുടെ വലിയ കലാപവും അതിനെ നിഷ്ഠൂരമായി അടിച്ചമർത്തുന്ന ദൃശ്യങ്ങളും ആരും മറന്നിട്ടുണ്ടാകില്ല. ഇന്ന് രക്തം പൊടിയാതെ ഇറാൻ ജനത അവരുടെ ആവശ്യങ്ങൾ നേടിയെടുത്തിരിക്കുന്നു. UAE-ക്കും ഖത്തറിനും സൗദിക്കും പിന്നാലെ ഇസ്ലാമിക ലോകം മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.